നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് AD ബെന്നി. നേടുവാൻ മാത്രമുള്ളതല്ല ജീവിതം എന്ന് ജീവിതം കൊണ്ട് തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു സുധീർ. സുധീർ എന്ന നടനെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ കാലഘട്ടത്തിൽ മികച്ച അഭിനേതാവ് എന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും പിന്നീട് ഒരു നടൻ എന്ന രീതിയിൽ പ്രേക്ഷകലോകം തിരസ്കരിക്കുകയും ചെയ്ത ഒരു നടനായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ചലച്ചിത്ര ലോകത്ത് മിന്നി മറഞ്ഞു പോകുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. എന്തൊക്കെയാണെങ്കിലും സംസ്ഥാന പുരസ്കാരം അദ്ദേഹം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. ജില്ലാ ജഡ്ജിയായിരുന്ന പടിയത്ത് PA മൊഹീനുദ്ദീൻ്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. പഠന കാലഘട്ടത്തിൽ അദ്ദേഹം എഞ്ചിനീയറിംഗ് പഠന കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഘടനത്തെ തുടർന്ന് അദ്ദേഹം മൂലം അപകടാവസ്ഥയിലായ വ്യക്തിയുടെ ജീവിതം പോലും നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന ഘട്ടത്തിൽ അദ്ദേഹം ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു. അവിചാരിതമായി ഉണ്ടായ ഒരു സംഘടനമായിരുന്നു അത്. അപ്രകാരം ഒരു ദുരനുഭവം പ്രതീക്ഷിക്കാതെയാണ് ആ സംഭവം നടക്കുകയുണ്ടായത്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുവാനാണ് ആ സംഭവം ഉണ്ടായത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ചെന്നൈയിലെത്തിയ ശേഷം അദ്ദേഹം ഛായാഗ്രഹണ കലയിലേക്കുള്ള ഒരു താല്പര്യമാണ് കാട്ടുകയുണ്ടായത്. അദ്ദേഹത്തെ പഠന കാലഘട്ടത്തിലും അദ്ദേഹം ഛായാഗ്രഹണത്തോട് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം EN ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഛായാഗ്രഹകന്റെ സഹായിയായിട്ടാണ് അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് അലോഷ്യസ് വിൻസെന്റ് എന്ന ശ്രദ്ധേയനായിട്ടുള്ള ഛായാഗ്രഹനും സംവിധായകനുമായിട്ടുള്ള വ്യക്തിയുടെ സഹ പ്രവർത്തകനായിട്ട് അദ്ദേഹം പിന്നീട് ചേരുന്നത്. വാസ്തവത്തിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതഗതി മാറ്റിമറിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പ്രത്യേകിച്ചും വിൻസെന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അവരെ കരകയറ്റുക എന്നതിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും മറ്റും ചോദിച്ച് മനസ്സിലാക്കിയ അദ്ദേഹം നശിച്ചു പോകേണ്ട ഒരുവനല്ല എന്ന് തിരിച്ചറിയുകയും തന്നോടൊപ്പം ചേർത്ത് നിർത്തുകയുമാണ് ഉണ്ടായത്. ആ ഘട്ടത്തിലൊക്കെ തന്നെ സുധീറിന് ഛായാഗ്രാഹകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വേണ്ട പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നു. അതേ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ചില അഭിനയിക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടായിക്കൊടുക്കുകയുണ്ടായി. ചെറിയ ചെറിയ വേഷത്തിൽ അഭിനയിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടായിക്കൊടുക്കുകയുണ്ടായി. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ അഭിനയ കലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്ക് കടക്കുവാനുള്ള രീതിയിലുള്ള ശേഷി പകരുന്ന കഥാപാത്രങ്ങളായിരുന്നില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ ഇരിക്കെയാണ് MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഒരു ചിത്രം വരുന്നത്. അത് സംവിധാനം ചെയ്യുന്നത് ശ്രീ വിൻസെൻ്റ് ആണ്. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് സുപ്രിയ ഹരിപോത്തനാണ്. ആ ചലച്ചിത്രത്തിൽ പ്രേംനസീറിൻ്റെ സഹോദരനായൊരു വേഷം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ആ ചിത്രത്തിൻ്റെ പേര് നിഴലാട്ടം എന്നായിരുന്നു. യഥാർത്ഥത്തിൽ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം എന്ന് പറയേണ്ടതുണ്ട്. ആ നിഴലാട്ടം ശ്രദ്ധേയമായ ചിത്രമായിരുന്നെങ്കിലും അതുവരെ അനുവർത്തിച്ചിരുന്ന ഒരു പകർപ്പ് ഒരു വാർപ്പ് ശൈലിയിൽ നിന്ന് വിഭിന്നമായതുകൊണ്ട് തന്നെ ആ ചിത്രം വേണ്ടത്ര രീതിയിൽ അംഗീകരിക്കപ്പെടുകയുണ്ടായില്ല, ശ്രദ്ധിക്കപ്പെടുകയുണ്ടായില്ല. പ്രത്യേകിച്ചും ആ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങൾക്കും അത് വഴിവെക്കുകയുണ്ടായി. എന്തിനു പറയുന്നു, പ്രേംനസീറിൻ്റെ സഹോദരനായി അഭിനയിപ്പിച്ച സുധീറിനെ അത്തരത്തിലുള്ളൊരു അഭിനയത്തിന് ആ ഒരു റോളിന് അദ്ദേഹം സ്വീകാരനായിരുന്നോ, അതൊരു മിസ്കാസ്റ്റിംഗ് അല്ലേ എന്ന രീതിയിൽ പോലും ചർച്ച പുരോഗമിക്കുകയുണ്ടായി. അവിടെ സുധീറിൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ച കൊണ്ടായിരുന്നില്ല, പക്ഷേ അത് അങ്ങനെ ഒരു രീതിയിൽ ആ ചലച്ചിത്രം എത്തിച്ചേർന്നു എന്നാണ് യാഥാർത്ഥ്യം. വേണ്ട രീതിയിൽ ആ ചലച്ചിത്രം വിജയിക്കുകയുണ്ടായില്ല എന്നത് കൂടി നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സംഗതിയാണ്. എന്നിരുന്നാലും പ്രതീക്ഷ കൈവിടാതെ അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായി. പ്രത്യേകിച്ചും ഒരു ചലച്ചിത്ര നടൻ എന്ന രീതിയിലേക്ക് അദ്ദേഹം പിന്നീട് ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഛായാഗ്രാഹകൻ എന്ന് പറയുന്ന ഒരു തലത്തിൽ പിന്നീട് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയുണ്ടായി. ഒരു നടൻ എന്ന രീതിയിൽ അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങി എന്നാണ് യാഥാർത്ഥ്യം.
അതിനുശേഷം അദ്ദേഹം ശിവാജി ഗണേശൻ നായകനായിട്ടുള്ള രാമൻ എത്തനൈ രാമനടി എന്ന ചലച്ചിത്രത്തിൽ അഭിനയിക്കുകയുണ്ടായി. അങ്ങനെ ചില വേഷങ്ങളിൽ മുന്നേറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വളരെ ശ്രദ്ധേയമായ ചലച്ചിത്രം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായത്. 1972 ചെമ്പരത്തി എന്ന് പറയുന്ന ചലച്ചിത്രം. PN മേനോൻ സംവിധാനം ചെയ്ത ആ ചിത്രത്തിൽ അദ്ദേഹം ഒരു പ്രതിനായക വേഷമായിരുന്നു. ആ പ്രതിനായക വേഷം അതിമനോഹരമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും സാമാന്യന്റെ പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആ ചിത്രം വലിയ രീതിയിൽ വിജയം കൊയ്യുകയും ചെയ്തു. ഒരു വിഗ്രഹഭഞ്ജകമായ രീതിയിലായിരുന്നു ആ ചലച്ചിത്രം ആവിഷ്കരിക്കുകയുണ്ടായത്. ഇപ്പം തനത് രീതികളിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് നിർമ്മിച്ച ചിത്രം വലിയ രീതിയിൽ വിജയം നേടുകയുണ്ടായി. സ്വാഭാവികമായും അതോടുകൂടി സുധീറിൻ്റെ കരിയർ ഗ്രാഫ് ഉയരേണ്ടതാണ്. പക്ഷേ തുടർന്നുള്ള ചിത്രങ്ങളൊന്നും തന്നെ ആ രീതിയിൽ വിജയമാക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് ദുഃഖകരമായ ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന് 1975 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. സത്യത്തിൽ നെല്ലിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിലാണ് അത് ലഭിക്കുകയുണ്ടായത്. ഏകദേശം 95-100 ഇടയിലുള്ള ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ആ കാലഘട്ടത്തെ നിറഞ്ഞാടിയൊരു നടനായിരുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ട ഒരു സംഗതിയുണ്ട്. പക്ഷേ ചലച്ചിത്രങ്ങൾ ഒട്ടുമിക്ക ചലച്ചിത്രങ്ങളും പരാജയമായിരുന്നു എന്നത് മറ്റൊരു ദുഃഖകരമായൊരു വസ്തുതയാണ്. ഇതൊക്കെയാണെങ്കിലും 1970-കളിൽ ഒരു പ്രധാന നടൻ എന്ന രീതിയിൽ സുധീറിനെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നൃത്തരംഗങ്ങളിലും അതുപോലെ തന്നെ സംഘടന രംഗങ്ങളിലൊക്കെ തന്നെ മികച്ച രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായത്. 1970 നിഴലാട്ടമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം എന്ന് പറഞ്ഞു. 1900 ചെമ്പരത്തി PN മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിലെ ആ വേഷം വളരെ ശ്രദ്ധേയമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട 1970 തീർത്ഥയാത്ര A. വിൻസെൻ്റാണ് അതിന് അവസരം ഒരുക്കുകയുണ്ടായത്. 1970 A. വിൻസെൻ്റ് അച്ചാണി, 1973 PN മേനോൻ്റെ ചായം, 1973 തിക്കുറിശ്ശിയുടെ ഉർവശി ഭാരതി, 1973 A. വിൻസെൻ്റ് ചെണ്ട, 1973 തന്നെ KS സേതുമാധവൻ്റെ കലിയുഗം, 1974 T. ഹരിഹരൻ്റെ അയലത്തെ സുന്ദരി തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ച ചലച്ചിത്രങ്ങളാണ് എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. പക്ഷേ അതിൽ സുധീറിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രമാത്രം നേട്ടം കൈവരിക്കാനായി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അത്ര തൃപ്തികരമല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. 1970 അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയുണ്ടായത്. ബാബു നന്ദൻകോട് സംവിധാനം ചെയ്ത സത്യത്തിന് നിഴലിൽ എന്ന് പറയുന്ന ചിത്രത്തിലാണ് അദ്ദേഹത്തിന് പ്രകാരമുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായത്. അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ ആ ഒരു ഘട്ടത്തിൽ പിന്നീട് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വേറെയും ശ്രദ്ധേയമായ ചിത്രങ്ങൾ ആ കാലഘട്ടത്തിൽ കോളേജുകൾ, ചന്ദനച്ചോല, അംബാംബികമ്പാലിക, തുലാവർഷം, ചിരിക്കുടുക്ക, സിന്ദൂരം, അഗ്നിപുഷ്പം, തെമ്മാടി വേലപ്പൻ, സ്വപ്നം, കലിയുഗം, വരദക്ഷിണ, കല്യാണപ്പന്തൽ എന്ന് തുടങ്ങി ഒരുപാട് ചലച്ചിത്രങ്ങൾ അദ്ദേഹത്തിന് ആ സമയത്ത് അഭിനയിച്ച് തീർക്കുവാൻ കഴിഞ്ഞു എന്നതുകൂടി നമ്മൾ കണ്ടുപോകേണ്ട സംഗതിയാണ്. 1978 രേണിക നായകനായ ഭൈരവി എന്ന ചിത്രത്തിൽ ഉപനായക വേഷം അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. തമിഴിലും അദ്ദേഹം കുറച്ച് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. സൊന്ന നമ്പാതങ്ക എന്ന ചിത്രത്തിൽ അദ്ദേഹം നായകനായിട്ടും അഭിനയിക്കുകയുണ്ടായി. മലയാള ചലച്ചിത്രത്തിലും അതുപോലെ തന്നെ തമിഴ് ചലച്ചിത്രങ്ങളിലും ഒക്കെ തന്നെ ഒരുപോലെ നിറഞ്ഞാടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നത് ഒരു ശ്രദ്ധേയമായ സംഗതിയാണ്. പക്ഷേ മലയാളത്തിലെ തിരക്കുകൾ കാരണം തമിഴിൽ വല്ലാതെ സജീവമായിട്ട് അഭിനയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നതും അദ്ദേഹത്തെ വിഷമത്തിലാക്കിയ ഒരു സംഗതിയായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ വലിയ സുഹൃത്ത് വലയങ്ങളുള്ളൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല. അഭിനയ രംഗത്ത് തനിക്ക് തിളങ്ങാനാവുന്നില്ലെങ്കിൽ പോലും തൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും അദ്ദേഹം ഇവിടെ നിന്ന് പോയി മദ്രാസിലെത്തി നിൽക്കുന്ന സമയത്ത് കാന്താർ നഗറിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്ത് ഭരതനും കുഞ്ഞനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തികൾ. സ്വാഭാവികമായിട്ടും ഭരതനും കുഞ്ഞനും വലിയ സാമ്പത്തികമായ ശക്തി ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം വെച്ചുകൊണ്ട് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ വലിയ രീതിയിൽ സഹായങ്ങൾ അദ്ദേഹം നൽകിയിരുന്നു. ആ സഹായങ്ങളുടെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തിന് പിടിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭരതൻ്റെയും കുഞ്ഞൻ്റെയും ഒക്കെ തന്നെ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന വിഷമതകളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം ശക്തമായ നിലപാടെടുത്തിരുന്നു എന്ന യാഥാർത്ഥ്യം. പിന്നീട് അദ്ദേഹം രക്ഷപ്പെട്ട കാലഘട്ടത്തിലും ഒക്കെ തന്നെ അദ്ദേഹം സുഹൃത്തുക്കളെ സഹായിക്കുന്നതിനും സുഹൃത്തുക്കളെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ട്. MG സോമൻ അങ്ങനെ എന്ന് തുടങ്ങി
വലിയ താരനിര അദ്ദേഹത്തെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സന്ദർശകരായിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി. വ്യക്തിത്വം എന്ന രീതിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ സുഹൃത്ത് വലയം അദ്ദേഹം സൃഷ്ടിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ ഇതൊന്നും പിന്നീടൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് സഹായകരമായില്ല എന്നതും ദുഃഖകരമായൊരു സംഗതിയാണ്. അദ്ദേഹം മദ്രാസിലുള്ള സമയത്ത് അദ്ദേഹം ഖദീജ എന്ന ഒരു നടിയുമായി ചങ്ങാത്തത്തിലായി. അത് വിവാഹമായിരുന്നോ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഉത്തരം നമുക്ക് ഇന്ന് ലഭിക്കാത്തൊരു സാഹചര്യമാണ്. ഖദീജ സുധീറുമായി പ്രായക്കൂടുതലുണ്ടായിരുന്നൊരു വ്യക്തിത്വമായിരുന്നു. ഇവർ ഒരുമിച്ചാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. പല സ്ഥലങ്ങളിലും ഖദീജ സുധീറിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ റോളുകൾക്ക് വേണ്ടിയൊക്കെ അവർ വലിയ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നതും കൂടി ശ്രദ്ധേയമായ സംഗതിയാണ്. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഖദീജ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ആ ബന്ധം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രത്യേകിച്ചും സുധീർ താരതമ്യേന പ്രായം കുറഞ്ഞൊരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഖദീജയുമായൊരു ബന്ധം അദ്ദേഹത്തിൻ്റെ കരിയറിനും ബന്ധപ്പെട്ട സംഗതികൾക്കും കൂടുതൽ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയതിന് തുടർന്നാണ് ഇപ്രകാരം അവർ പരസ്പരമുള്ള ആ ഒരു ലിവിങ് ടുഗദർ അല്ലെങ്കിൽ വിവാഹബന്ധം അദ്ദേഹം വേണ്ടെന്ന് വയ്ക്കുകയുണ്ടായത്. അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു, കൊടുങ്ങല്ലൂർ സ്വദേശിയായിരുന്നു. അദ്ദേഹം സഫിയ എന്നു പേരായ സ്ത്രീയാണ് അദ്ദേഹം വിവാഹം ചെയ്യുക ഉണ്ടായത്. ഒരു മകൻ അവർക്കുണ്ട്. ഇതായിരുന്നു അവരുടെ ജീവിത ലൈൻ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. ഒരു ഘട്ടത്തിൽ ഈ നിറഞ്ഞാടിയ സുധീർ പിന്നീട് മറ്റൊരു ഘട്ടം കഴിയുമ്പോൾ പിന്നീട് നിഷ്പ്രഭനാകുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ജയൻ തരംഗമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ജയൻ തരംഗത്തിൽ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുധീർ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി എന്നതാണ് ഏറ്റവും പരാമർശിക്കപ്പെട്ട ഒരു സംഗതി. പ്രത്യേകിച്ചും ഒരുപക്ഷെ ജയൻ തരംഗം ഏറ്റവും കൂടുതൽ ബാധിച്ചത് സുധീറിനെ ആയിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടെത്തേണ്ട ഒരു സംഗതിയാണ്. ജയനോടൊപ്പം തന്നെ ജയൻ മാത്രമല്ല ആ കാലഘട്ടത്തിൽ വരികയുണ്ടായി. ജയനോടൊപ്പം തന്നെ സുകുമാരനും അതോടൊപ്പം തന്നെ സോമനും ഒക്കെ തന്നെ കരുത്തുറ്റ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് പ്രേം നസീറിന് ഒരു പിൻഗാമികളായിക്കൊണ്ട് മുന്നേറിയപ്പോൾ സ്വാഭാവികമായിട്ട് സുധീറിനെ പോലെയുള്ള നടന്മാർ അപ്രസക്തരായി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതി തന്നെയാണ്. അതോടൊപ്പം തന്നെ ജയൻ്റെ കാലഘട്ടത്തിലുള്ള സിനിമയുടെ ഒരു രീതി തന്നെ മാറി. ആ കാലഘട്ടത്തിൽ ജയൻ അഭിനയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തികച്ചും വിഭിന്നമായ ഒരു ചലച്ചിത്ര ബന്ധാവിലൂടെയാണ് പിന്നീട് ചലച്ചിത്ര ലോകം മുന്നോട്ട് പോവുകയുണ്ടായത്. ഓരോ കാലഘട്ടത്തിലും ഒരു തരംഗമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജയൻ്റെ കാലഘട്ടത്തിൽ തന്നെ പ്രേം നസീർ ജയൻ എന്ന് പറയുന്ന കൂട്ടുകെട്ടിലൂടെ ഒരുപാട് ചലച്ചിത്രങ്ങൾ ഇറങ്ങുകയുണ്ടായി. ജയൻ സ്വസിതമായ ശൈലിയുടെ പ്രത്യേക രീതിയിൽ വേറിട്ട സാഹസികമായ അഭിനയ രീതികളിലൂടെ വലിയ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ചലച്ചിത്രത്തിൻ്റെ പ്രത്യേക ലോകത്തേക്ക് കൊണ്ടുപോകുന്നൊരു കാലഘട്ടമായിരുന്നു. ജയൻ്റെ മരണശേഷം ചലച്ചിത്രത്തിൻ്റെ രീതി മാറി. ആ രീതി മാറിയതോടുകൂടി പിന്നീടുള്ള ചലച്ചിത്രങ്ങളിൽ സുധീറിനെ പോലെയുള്ള താരങ്ങൾക്ക് അഭിനയിക്കുവാനുള്ളൊരു അവസരം, ആ രീതിയിലുള്ള കഥാപാത്രങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത ഒരു രീതി വരികയുണ്ടായി. അവിടെയാണ് സുകുമാരനും അതുപോലെ തന്നെ സോമൻ തുടങ്ങിയ കഥാപാത്രങ്ങൾക്ക് അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം കുറിക്കുകയുണ്ടായതും അതോടുകൂടി സുധീർ എന്ന് പറയുന്ന വ്യക്തി അപ്രസക്തനാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയുണ്ടായി. അപ്പോൾ സംസ്ഥാന പുരസ്കാരം ലഭിച്ചു എന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായൊരു നേട്ടമായി കാണേണ്ടത്. ചെമ്പരത്തിലെ അഭിനയവും നമുക്ക് ശ്രദ്ധേയമായിട്ട് നേട്ടമായി പറയാൻ കഴിയും. പിന്നീട് പല ചരിത്രത്തിലും ഭേദപ്പെട്ട രീതിയിൽ അഭിനയം അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായെങ്കിൽ പോലും അത് നിർഭാഗ്യം കൊണ്ടോ മറ്റോ അത് വേണ്ട ശ്രദ്ധിക്കപ്പെടാതെ പോയി. പക്ഷേ ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നതും നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. ഒരുപക്ഷെ താൻ ഒരു ഛായാഗ്രഹനായി മാറേണ്ട ഒരു വ്യക്തിയാണെന്നുള്ള തൻ്റെ മനസ്സിലെ തിരിച്ചറിവുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് അഭിനയരംഗത്ത് അത്രമാത്രം ശോഭിക്കാൻ കഴിയാതിരുന്നത്. തന്നെയുമല്ല, താൻ കാരണം ഒരു ദുരന്തമുഖത്ത് നിൽക്കുന്ന മറ്റൊരു വ്യക്തി ഉണ്ടല്ലോ എന്ന പഴയ ഓർമ്മയുടെ തിരിച്ചറിവ് അദ്ദേഹത്തിന് മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കൂടി ആയിരിക്കാം ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ ആ ജീവിതയാനം ഒരു കൃത്യമായ ഒരു പദ്ധതിയിട്ട പോലെ മുന്നോട്ട് പോകുവാൻ കഴിയാത്തൊരവസ്ഥയിലെത്തിയത് എന്നത് കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും സുധീർ മലയാള ചലച്ചിത്ര ലോകത്ത് അടയാളപ്പെടുത്തപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞാടിയ ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം നേടുവാൻ കഴിഞ്ഞു. പക്ഷേ സുധീർ ഇവിടെയൊന്നും എത്തേണ്ടവനായിരുന്നില്ല. ഇതിലും മികച്ച അവസരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അല്ലാതെ സുധീർ മലയാള ചലച്ചിത്ര രംഗത്ത് എണ്ണപ്പെട്ട ഒരു നടൻ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം സംസ്ഥാന പുരസ്കാരം അദ്ദേഹം നേടുവാൻ കഴിഞ്ഞു. ഒട്ടേറെ ചലച്ചിത്രങ്ങളെ അഭിനയിക്കാൻ കഴിഞ്ഞു. ആ കാലത്ത് യുവാക്കളുടെ ഹരമായി മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ
ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹത്തിന് ഇതിലും മികച്ച കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന് മാറാമായിരുന്നു. പക്ഷേ ആ തലത്തിലേക്ക് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞില്ല എന്നത് ദുഃഖകരമായൊരു സംഗതിയാണ്. ഒരു മികവുറ്റ നടൻ്റെ കൃത്യമായ രീതിയിൽ മൂശയിൽ വെച്ച് അതിനെ ഉരുക്കിയെടുക്കാത്തതിൻ്റെ കുഴപ്പമായിരിക്കാം ഒരുപക്ഷെ സുധീർ എന്ന് പറയുന്ന അന്ന് സംഭവിച്ചത് എന്ന് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഐക്കൺ തന്നെയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല. ആ കാലഘട്ടത്തിന് പ്രതീകമായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഒരുപാട് ദുരനുഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്ന കാര്യം തർക്കമില്ല. ചലച്ചിത്ര ലോകത്ത് നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോയതിനു ശേഷം അദ്ദേഹം ഒട്ടേറെ കച്ചവട മേഖലയിൽ അദ്ദേഹം പ്രവർത്തിക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ അഭിനയവും അദ്ദേഹം കൊണ്ടുനടക്കുകയുണ്ടായി. തന്നെയുമല്ല ഒട്ടും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് അഭിനയിക്കേണ്ട സാഹചര്യങ്ങൾ വരികയുണ്ടായി. ലൈംഗികതയ്ക്ക് അതിപ്രസരമുള്ള ചലച്ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് അഭിനയിക്കേണ്ട ഒരവസരം വന്നു. ഒരു കാലത്ത് നായകനായ അദ്ദേഹം ഒട്ടും ശ്രദ്ധേയമല്ലാത്ത രീതിയിലേക്ക് അദ്ദേഹത്തിന് കടന്നു കൂടേണ്ട ഒരവസ്ഥ വന്നത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വിഷമകരമായ അവസ്ഥയുണ്ടാക്കി എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടത്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ബിസിനസ്സുകളൊക്കെ തന്നെ ഒന്നൊന്നായി പരാജയപ്പെട്ട ഒരു സംഭവമുണ്ടായി. ആ ദുരനുഭവങ്ങളൊക്കെ തന്നെ പിന്നീട് ജീവിതത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ദുരനുഭവങ്ങളുടെ ഒരു കാലഘട്ടം ചലച്ചിത്രത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ദുരനുഭവങ്ങളുടെ ഒരു കുത്തൊഴുക്കിലേക്ക് അദ്ദേഹം മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാന ഘട്ടം വരെ അദ്ദേഹം ചലച്ചിത്ര റോളുകൾക്ക് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. താൻ മറ്റു പല മേഖലകളിലും പരാജയപ്പെട്ടെങ്കിൽ പോലും സിനിമയിൽ തൻ്റെ അഭിനയിക്കുക എന്ന് പറയുന്ന ആ ഒരു താല്പര്യം പിന്നീടുണ്ടായ താല്പര്യം തനിക്കൊരു തിരിച്ചറിവ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹം നടത്തിയുണ്ടായി. പക്ഷെ പരാജയമായിരുന്നു ഫലം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അവസാന കാലഘട്ടത്തിലും അദ്ദേഹം ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്ന ആ ഘട്ടം വരെ അദ്ദേഹം അഭിനയത്തിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് അദ്ദേഹം പ്രവർത്തിച്ചു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അവസാന ചലച്ചിത്രമാണ് ഉപ്പുകണ്ടം ബ്രദേഴ്സ് എന്ന് പറയുന്ന ചലച്ചിത്രങ്ങളിൽ അതിലൊന്നാണ് ഉപ്പുകണ്ടം ബ്രദേഴ്സ്. അതുപോലെ തന്നെ കടൽ, അതുപോലെ തന്നെ ലേസ ലേസ, ആയിരത്തിലൊരുവൻ, മാറാത്ത നാട് എന്ന് തുടങ്ങിയിട്ടുള്ള ചലച്ചിത്രങ്ങളിലൊക്കെ തന്നെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം അഭിനയിച്ച ചലച്ചിത്രങ്ങളായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയുണ്ട്. ആ ചലച്ചിത്രങ്ങൾ ഒന്നും തന്നെ വളരെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളൊന്നും പറയാൻ കഴിയുകയില്ല. 2004 സെപ്റ്റംബർ 17 അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയുണ്ടായത്. ഹൃദയസമരം മൂലമായിരുന്നു മരണം സംഭവിക്കുകയുണ്ടായത്. ആ 2004 അദ്ദേഹം അഭിനയിച്ച ചലച്ചിത്രമായിരുന്നു ആയിരത്തിലൊരുവൻ എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ മരണത്തിൻ്റെ ആ ഘട്ടം വരെ അദ്ദേഹം താൻ ചലച്ചിത്ര ലോകത്തുണ്ട് എന്ന് അടയാളപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് വിജയുടെ മാത്രം ചരിത്രമായി നമുക്ക് കണക്കാക്കാൻ കഴിയുകയില്ല. ഒരു സംസ്ഥാന പുരസ്കാരം നേടി ജീവിതത്തിൽ തിരസ്കൃതനായി പോകേണ്ട ഒരു അവസ്ഥ വന്ന ഒരു നടനെപ്പോലും നമ്മൾ വിസ്മരിക്കാതെ മുന്നോട്ട് പോകേണ്ട ചരിത്രത്തിന് അനിവാര്യതയാണ്. തന്നെയുമല്ല ഒട്ടേറെ ആരാധകരുള്ള ആ കാലഘട്ടത്തിൽ സുധീറിൻ്റെ ചലച്ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന വലിയൊരു സമൂഹം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു ചലച്ചിത്ര നടന് വരുന്ന ആഘാതത്തെക്കുറിച്ച് അല്പമൊക്കെ മനസ്സിലാക്കുവാൻ സുധീറിൻ്റെ ജീവിതം ഉപകരിക്കുമെന്ന കാര്യം സംശയമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും സുധീർ മലയാള ചലച്ചിത്രത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടുത്തെ ആ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ കണക്കാക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. സുധീറിനെ മറികടന്നുകൊണ്ടുള്ളൊരു ചരിത്രം എഴുതാൻ മലയാള ചലച്ചിത്ര ലോകത്തിന് അസാധ്യമാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉള്ള സമയം നിറഞ്ഞാടിക്കൊണ്ട് മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ സംഗതി തന്നെയായി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. എന്തൊക്കെയാലും സുധീറിൻ്റെ മുന്നിൽ നമുക്ക് ഭ്രമിക്കേണ്ടതുണ്ട്. മികച്ച അഭിനയം ആ കാലഘട്ടത്തിൽ കുറച്ച് സിനിമയിലെങ്കിലും അദ്ദേഹത്തിന് കാഴ്ചവെക്കുവാനായി എന്നതും സംസ്ഥാന പുരസ്കാരം നേടുവാനായി എന്നതും അദ്ദേഹത്തിൻ്റെ നേട്ടത്തിൻ്റെ പട്ടികയിൽ പെടുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സുഹൃത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു എന്നത് കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ഗണത്തിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ കഴിയും എന്നത് കൂടി നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.